ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ KG കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് പഴമാണ്. പഴം ഏത് പഴമായിരുന്നാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴമായിരുന്നാലും ചെറുപഴമായിരുന്നാലും ഏതിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇതേ രീതിയിൽ തന്നെ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഈ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഇതാ ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് ഈ പഴം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നെയ്യ് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പഴം നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം. റോബസ്റ്റ് പഴം ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് കിട്ടാൻ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പഴം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്പാച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം മധുരത്തിൻ്റെ പലഹാരമായതുകൊണ്ട് തന്നെ ഒരു 4 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു തേങ്ങയുമായിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ഉടഞ്ഞു കിട്ടിക്കോളും. ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ഒരു പരുവത്തിന് നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും. ഇനി ഇതിലേക്ക് ഇതേപോലെ സ്പൂൺ അളവിൽ 4 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ കറക്റ്റ് പരുവത്തിനും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു കളറും വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു കളറില്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതേപോലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു വലിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഒരു പാൻ തന്നെ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഒരുപാട് നേരം വേണ്ട, 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു നെയ്യുടെ മണമൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും. എത്ര കഴിച്ചാലും കൊതി തീരില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലൊരു വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.